ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001
അമേക്സ് എന്തോ ആഹാ താങ്ക് യു അടിച്ച് പൊളിച്ചല്ലോ. താങ്ക് യു. ഡാൻസേഴ്സും കോറസും ഡ്രസ്സ് അതിനിടെ കിടന്ന് ഞാൻ തിളങ്ങായിരുന്നു. ആഹാ നന്നായിട്ട് പാടി മോനെ. താങ്ക് യു സർ. നീ നല്ല പവർ ഉണ്ടായിരുന്നു പാടുന്നത്. you. അതാണല്ലോ ഈ പാട്ടുകൾക്കൊക്കെ വേണ്ട ഒരു കാര്യം. ആ. SPB എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാട്ടിനോടൊപ്പം എക്സ്പ്രഷൻസ് ഇടുന്നതിന്റെ രാജാവാണ്. അത് അദ്ദേഹത്തെ കണ്ടുപഠിക്കേണ്ടതാണ്. കാരണം ഒരു സൂചി കയറ്റേണ്ടടുത്ത് തൂമ്പാ കയറ്റും എന്ന് പറഞ്ഞാൽ ശകല സ്ഥലം ഉള്ളിടത്ത് അദ്ദേഹം ഇടുന്ന എക്സ്പ്രഷൻസ് ഒന്നും തിരിക്കാൻ പറ്റില്ല. ടേക്ക് വരെ ഒന്നും ചെയ്യത്തില്ല. ആ ടേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹം, ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ഇത് കാണാൻ വേണ്ടി പോകും, കേൾക്കാനും അത്ഭുതപ്പെട്ടു. ഊട്ടിപ്പട്ടണം ഞാൻ SPB സാറും കൂടെ പാടിയപ്പോഴത്തേക്ക് ആദ്യം പാടിയപ്പോൾ ഒന്നുമില്ല, വെറുതെ റിഹേഴ്സലിന് പാടി. കേക്ക് സമയത്ത് ഞങ്ങൾ രണ്ടുപേരോട് പാടി എൻ്റെ ശ്രദ്ധ പോണു. കാരണം വേറൊന്നുമല്ല, എന്തൊക്കെയോ അതിനുടെ സംഭവങ്ങൾ എക്സ്പ്രഷൻസ് ഇടുന്നുണ്ട്. എക്സ്പ്രഷൻസ് മീൻസ് ആ ഹു ഏയ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ. ലാസ്റ്റിൽ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ചിരിയും കൂടെ. ഞാൻ വായിങ്ങനെ പൊത്തിയിരുന്നു, കാരണം ഞാൻ മിണ്ടിക്കഴിഞ്ഞാൽ വീണ്ടും റീടേക്ക് ആവും. അതത്ര ഒരു എന്താ ഒന്നും പറയാൻ വാക്കുകളില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. പാട്ട് അത് ലെവല് വേറെ, ഇത് വേറെ. നന്നായിട്ട് പാടി കേട്ടോ. ഒരു സ്ഥലത്ത് മാത്രമാണ്, കാരണം ഈ തകതക തുടങ്ങുന്നിടത്ത് മോൻ നാമം ജപിക്കുന്നവരും താഴെ ഇങ്ങനത്തെ ഒരു സംഭവമായിരുന്നു കേട്ടത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെയാണ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ തക 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 ഇങ്ങനെ കയറി വരുന്നുണ്ട്. അതുവരെ ഒന്നും കേട്ടില്ല. അത്രയും ബേസ് ആയിരുന്നു അത്. ആരെ ബേസ് കേട്ടു. പക്ഷെ ബാക്കിയെല്ലാം നന്നായിരുന്നു അവന്. ഈ ഇപ്പൊ ഇതുകൊണ്ടല്ലോ അതൊക്കെ നമ്മുടെ ശബ്ദമൊക്കെ പോവും. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴപ്പം ചെയ്യത്തില്ല. പക്ഷെ ഈ പാട്ടൊരു 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെലഡി പാടാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടും. എന്തായാലും ടോട്ടലി നന്നായിരുന്നു. കാരണം രാജാ സാറിൻ്റെ ഒരു ആ കാലത്തെ ഒരു ഹിറ്റ് സോങ്, SPB വാലി സാറ് എന്തായാലും സംഭവം കലക്കി. തമിഴിൽ എന്തെങ്കിലും ഇത് കാര്യങ്ങളുണ്ടോ എന്ന് നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഒരാളുണ്ട്. ഹിന്ദിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബോംബെയിൽ നിന്ന് ഒരാളുണ്ട്. മലയാളത്തിലുണ്ട്, ഞാൻ പിടിച്ചിരിക്കും. ഓക്കെ. അല്ല, ഞാൻ ഇതില് കുറെ, അതായത് ഈ പാട്ട് എപ്പോ ഇനി എത്ര വർഷം കഴിഞ്ഞാലും, 1000 വർഷം കഴിഞ്ഞാലും എവർഗ്രീൻ ഹിറ്റ്. ഈ ഒരു ഇത്രയും സ്റ്റേജിൽ ഇത്രയും ഒരു ചില പാട്ടുകളുണ്ടല്ലോ ഭയങ്കര ഇമ്പാക്റ്റ് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ആ ഒരു പാട്ടുകളില് ഒരു 10 പാട്ടെടുത്താൽ അതിൽ ഫസ്റ്റ് നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണിത്. ഭയങ്കര എല്ലാവരും അതുകൊണ്ട് സ്റ്റേജ് പെർഫോമൻസ് ഇതില്ലാതെ ഇല്ല. ഇപ്പൊ കമലഹാസൻ സാറിനെ ആലോചിച്ച അദ്ദേഹത്തിന്റെ ഒരു നാദവിനോദം നാട്യവിലാസം പരമസുഖം മഹിതം ഇങ്ങനെയുള്ളതും പാടും. ഇളമയിതോ ഇതോ ഇതും ഇത് രണ്ടും ഒരേപോലെ. അതായത് ഇങ്ങനത്തെ ഡാൻസ്, ഇതിന്റെ പേര് ബ്രേക്ക് ഡാൻസും അതേ നേരം ഭരതനാട്യം. എന്തൊരു ഒരു സർവകലാ, ഒരു സകലകലാ വല്ലഭൻ അദ്ദേഹത്തിന് അറിഞ്ഞിട്ടിരിക്കുന്ന പേരാണ്. ആണല്ലേ? ചുമ്മാ എപ്പോ പടത്തിന് പേര് 1982. ഓ ശരി. അപ്പൊ ചേട്ടന് വലിയൊരു കൈയടി, ഇത്രയും വലിയൊരു പേര്. മക്കളെ, ആ പാട്ടിന് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതങ്ങനെ അങ്ങനെ നീ ചെയ്തു. ഇപ്പൊ എം ജി ചേട്ടൻ പറഞ്ഞ പോലെ ആ ത്രോട്ട് ക്രാക്കാക്കുന്ന പോലത്തെ അങ്ങനത്തെ സംഭവങ്ങൾ അത് ചെയ്യാൻ ഇൻ ബിറ്റ്വീൻ പാട്ടിന്റെ ഇടയ്ക്ക് ചെയ്യാൻ വളരെ എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടാണെന്ന്. മോൻ അതൊക്കെ ഈസി ആയിട്ട് ചെയ്തു. അത് എനിക്ക് ഒരേത് ആഗാത് എന്താ പറഞ്ഞ ആഗാത് ബാക്കി ഇവർ ചേട്ട പിള്ളേർക്ക് തമിഴൊക്കെ ഡിക്ഷൻ നന്നായി പറയുന്നുണ്ട്, അടിപൊളിയായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ തകതാന്നുള്ള ഒരു സംഭവം, ആ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ക്ലാരിറ്റി ഇല്ലാതെ പോയുള്ളൂ. പിന്നെ നടുക്ക് അതിന്റെ കോറസും കൂടെ വരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു മൈക്കിന്റെ ഒന്നോടെ അടുത്ത് പിടിച്ച് പാടും എന്തെങ്കിലും. കാരണം കോറസ് അവിടെ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ പാടുന്നത് കാര്യം ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു. നമ്മുടെ ജെയിംസ് ബോണ്ടിന്റെ ജെയിംസ് ബോണ്ട് വരുമ്പോൾ ആ മ്യൂസിക്കിന്റെ ഒരു ഛായ തോന്നി. അപ്പൊ അത് മാത്രമേ തോന്നിയുള്ളൂ കേട്ടോ. മോനെ ബാക്കി അടിച്ചു പൊളിച്ചു, കലക്കി തിമിർത്തു. സൂപ്പർ. എന്ത് ക്യൂട്ടായിട്ടിരിക്കണോ, ഇങ്ങനെ ഗോൾഡ് ഡസ്റ്റ് ഒക്കെ
ഫുൾ ഇപ്പൊ ഇനി ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോ ഫുൾ ഇവിടെ മുഴുവൻ ഗോൾഡിന്റെ ഡസ്റ്റ് ആയിരിക്കുമല്ലോ, അത് മീനൂട്ടി എടുത്ത് പെറുക്കി കളഞ്ഞോളൂ. കലക്കി പൊളിച്ചു കേട്ടോ പെർഫോമൻസ്. അതിലാകെ ഒരു വാക്ക് ഹിന്ദി ഉണ്ടായിരുന്നുള്ളൂ, ഒരു വരി, അതും നന്നായി പാടി. മോൻ അതിനെന്തോ പാടി? കുറച്ചൊരു കുറച്ച് മലയാളീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിടയിൽ ഒരു ഇതൊക്കെ വന്നു. അപ്പൊ അത് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കാം. പക്ഷെ ഓവറോൾ വളരെ രസമുള്ള ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു വോയിസ് ചേഞ്ചിങ്ങിന്റെ ആണോ എന്ന് എനിക്കറിയില്ല, ചില സ്ഥലങ്ങളിൽ എനിക്ക് ഓവർ സ്ട്രെയിൻ ചെയ്യുന്ന ഒരു ഫീലിംഗ് തോന്നി പാട്ടില്. അതായത് ഒരു പക്ഷെ മോൻ്റെ വോയിസിന്റെ ഒരു ട്രാൻസിഷൻ കാരണമായിരിക്കാം. അപ്പം കുറച്ച് ഇങ്ങനെ നമ്മൾ പാടില്ലേ, ത്രോട്ട് ഇങ്ങനെ, അത് അങ്ങനെ ചെയ്യണ്ട. വെർട്ടിക്കൽ നോട്ട്സ് മുകളിലേക്ക് പോകുമ്പം അതിങ്ങനെ വെർട്ടിക്കൽ എന്ന് വിചാരിക്കണ്ട, കുറച്ച് ഹൊറിസോണ്ടലായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെയിൻ വോയിസിൽ ഒഴിവാക്കാം. അപ്പൊ അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എപ്പോഴും ഹൈ വരുമ്പോ ഇങ്ങനെയാവും, മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് മാത്രമേ ആന്റിക്ക് പറയാനുള്ളൂ. പക്ഷെ ഓവറോൾ വെരി വെരി എൻജോയബിൾ, ഗുഡ് പെർഫോമൻസ്. പിന്നെ ആ വോയിസ് ശരിയല്ലേ, ശരിയല്ലേ, അതൊക്കെ കലക്കി. അത് എന്താ പറയാ, ഹെവി മെറ്റൽ റോക്ക് ആൻഡ് റോൾ ആറ്റിറ്റ്യൂഡൊക്കെ വന്നു. ഓക്കെ, സൂപ്പർ ട്ടോ. So today we are giving you 99 out of 100. Thank you, sir. And your SPV Pupiti. Okay, all the best. Bye-bye.